ബിസിനസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. പരിമിതികൾക്കുള്ളിലും മലേശമംഗലം മണ്ണൂർക്കുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾക്ക് ഒരുക്കങ്ങളായി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് വിവിധ പരിപാടികൾ നടക്കുക. തിരുവല്ലോമല പഞ്ചായത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലേശമംഗലം മണ്ണൂർക്കുന്നം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കും. വർഷങ്ങളോളം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുതിയ ക്ഷേത്ര സമിതി രൂപീകരിച്ചപ്പോഴാണ് ഇന്നുള്ള നിലയിലായത്. കർക്കിടകം 1 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും അന്നദാനവും, കൂടാതെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും വിശേഷാൽ ചടങ്ങുകളും നടത്തും. പൂജാരി സിദ്ധിവിനായകൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, തിരുവല്ലാമല പഞ്ചായത്തിൽ തന്നെ 2 മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് മണ്ണൂർക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാലങ്ങളായി ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ പോലും ജീർണാവസ്ഥയിലായിരുന്നു. വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നാട്ടുകാരുടെ സഹായ സഹകരണം കൊണ്ട് ഈ ക്ഷേത്രം ഇന്ന് ഈ രീതിയിലേക്ക് പുതിയ കമ്മിറ്റി രൂപീകരിച്ച് ഈ രീതിയിലേക്ക് വളർത്തി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ശോചനീയാവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെ 2 വർഷമായി ഞങ്ങൾ കർക്കിടകം 1 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും അന്നദാനം നടത്തി വരുന്നുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെ വളരെ വിപുലമായി അന്നദാനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് മുന്നിലുള്ള ദീപസ്തംഭം നശിച്ചു പോയിരുന്നു. ആ ദീപസ്തംഭം പുനർനിർമ്മിച്ച് ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അഡീഷണലായിട്ട് ആൽത്തറയുടെ ചുവട്ടിലും ശിവൻ്റെ മുന്നിലും ഒരു ദീപസ്തംഭം കൂടെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയും ഇത് സഹകരണം പൂർണ്ണമായിട്ടും ആളുകളുടെ സഹകരണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സഹകരണവും നമ്മൾക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾ കുട്ടികളെല്ലാം വന്ന ഒരു ബാത്റൂം പോകാനുള്ള സൗകര്യം പോലും ഈ ക്ഷേത്രത്തിനകത്ത് ഒരുക്കിയിട്ടില്ല എന്നുള്ള വലിയ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഇതെല്ലാം ദേവസ്വം ബോർഡ് കൂടെ ഒന്ന് കണ്ണു തുറന്ന് ഇതിനു വേണ്ട ഈ അത്യാവശ്യ അടിസ്ഥാന വികസനത്തിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരണമെന്നാണ് എനിക്ക്. ക്ഷേത്രത്തിന്റെ മുൻവശത്തുണ്ടായിരുന്ന ദീപസ്തംഭം നശിച്ചുപോയതിനാൽ പുതിയത് സ്ഥാപിക്കുവാനുള്ള പ്രവൃത്തികളും, കൂടാതെ ആൽത്തറയുടെ ചുവട്ടിലും ശിവബിംബത്തിന് മുൻവശത്തായും ദീപസ്തംഭം സ്ഥാപിക്കുന്നതിനുമായുള്ള പണികൾ നടന്നുവരുന്നുണ്ട്. കർക്കിടകം 1 ദീപസ്തംഭ പ്രതിഷ്ഠകൾ നടക്കും. കർക്കിടക മാസത്തിലും ഭക്തർക്ക് ഭഗവാനെ സേവിക്കുവാനുള്ള ഒരുക്കങ്ങൾ സമിതി നടത്തിവരുമ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണമില്ലാത്ത വിഷയവും ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വിശദമാക്കി. കഴിഞ്ഞ 2 വർഷക്കാലമായി കുറച്ച് രീതിയിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാലും ഈ ക്ഷേത്രത്തിൽ കുറഞ്ഞ പരിമിതികളോട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും അവിടെ നിന്ന് നമുക്ക് സാമ്പത്തികമായോ മറ്റു സഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചു വരുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പല ഭാഗത്തു നിന്ന് ആൾക്കാർ സന്ദർശിക്കുന്നുണ്ട്. എന്നാലും അവിടെ ഒരു മഴ നനയാതെ നിൽക്കുവാനോ ഒരു ബാത്റൂം സൗകര്യമോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ നിലവിൽ ലഭ്യമല്ല. ഇതിനായി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കൊരു സഹായം ആവശ്യമാണ്. കൂടാതെ നാട്ടുകാരുടെ ഒരു കഠിന പ്രയത്നത്തിൽ മാത്രമാണ് ഇന്ന് ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിനെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണെങ്കിൽ തന്നെ ഇത് പൂർണ്ണമായി ജീർണിച്ച അവസ്ഥയായിരുന്നു. ഏകദേശം നമ്മുടെ സ്വന്തം പ്രദേശത്തുള്ള നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളുടെ ഏകദേശം 10 ലക്ഷം മുതൽ മുടക്കിൽ ചെലവഴിച്ച് നമ്മൾ ഈ ക്ഷേത്രം ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു മഴ നനയാൻ നിൽക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല. അതിനാൽ എനിക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ എല്ലാ സഹായങ്ങളുടെ ഒരു താൽക്കാലിക ഷെഡോ മഴ നനയാൻ നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരാൻ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ആവശ്യമാണ്. അതിനായി ഉപദേശ സമിതി ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കോ
അതിനുള്ള നിങ്ങൾക്ക് എന്ത് സഹായങ്ങളും ചെയ്യാനും ഞങ്ങൾ തയ്യാറുമാണ്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഹരിദാസ് പുത്തൻമാരി, സെക്രട്ടറി രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. CCV ന്യൂസ്, തിരുവല്ലോമല. Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open. Lakshmi Narayana Arts and Science College, Mayanur.